നിയമസഭയിൽ കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാനെ അപമാനിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ കൂടി ചേരുകയാണ്. ഷാജഹാൻ, എന്തൊക്കെയാണ് പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങൾ? ആര്യ, ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധവും കൂടെ നമുക്ക് കാണാൻ സാധിച്ചു. ഇത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നിയമസഭയിൽ കുട്ടനാട് എം.എൽ.എയുടെ ചോദ്യത്തിന് വളരെ മോശമായ രീതിയിൽ, അല്ലെങ്കിൽ കുട്ടനാട്ടിലെ ജനങ്ങളെയും എം.എൽ.എയും ഒക്കെ തന്നെ അപമാനിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ കുട്ടനാട്ടിൽ വ്യാപകമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഓരോ ദിവസവും ഉയർന്നു വരുന്നത്. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലാണ്, കുട്ടനാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം നമുക്ക് കാണാൻ സാധിച്ചത്. ജില്ലാ സെക്രട്ടറി ജെയിംസ് സാമുവലും അതോടൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. അതിനുശേഷം വി.ഡി. സതീശന്റെ കോലം കത്തിക്കുകയും ചെയ്തു. വി.ഡി. സതീശൻ കുട്ടനാട്ടിലെ ജനങ്ങളോടും കുട്ടനാട്ട് എം.എൽ.എയോടും മാപ്പ് പറയണം, ഇതാണ് പ്രധാനമായിട്ടും ആവശ്യം. നമുക്കറിയാം, കുട്ടനാട് മൂലം ജലോത്സവം എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ വള്ളംകളികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടക്കുന്ന വള്ളംകളിയാണ്. മാത്രവുമല്ല, അമ്പലപ്പുഴ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യം കൂടി അതിന് പിന്നിലാണ്. അങ്ങനെ മതവിശ്വാസത്തിന്റെയും ഒക്കെ ഒരു പിൻബലത്തിൽ നടക്കുന്ന മത്സര വള്ളംകളിയാണ് നെഹ്റു ട്രോഫിക്ക് തൊട്ട് മുൻപായിട്ട് നടക്കുന്ന ഈ മൂലം വള്ളംകളി. അതുകൊണ്ട് തന്നെ അതിന് വളരെയധികം ചരിത്ര പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് കുട്ടനാട് എം.എൽ.എ. സഭയിൽ ഇങ്ങനെ ഒരു ആവശ്യം വെച്ചത്. കാര്യം ഒരു പ്രാദേശിക അവധി വേണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചത്. അതിനെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടായത്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ കുട്ടനാട് സമരങ്ങൾ ഓരോ ദിവസവും ഉയർന്നു വരുന്നത്. കുട്ടനാട് എം.എൽ.എ. റെജി ചെറിയാനെ അപമാനിച്ചതിൽ പ്രതിഷേധിച്ചാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങളാണ് ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ നൽകിയത്.